നമ്മുടെ കുടുംബങ്ങളിൽ ദൈവഹിതമല്ലാത്തത്, ദൈവത്തിന് അനിഷ്ടമായത്, കർത്താവ് നിഷിദ്ധമെന്ന് പറഞ്ഞത് നമ്മുടെ കുടുംബത്തിൽ കെട്ടരുത്. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമുണ്ട്, ഒരു വിവാഹത്തിന്റെ ചടങ്ങിലോ കുടുംബത്തിൽ ഒരു മാമോദീസയോ മനസ്സമ്മതമോ ആദ്യ കുർബാനയോ ഒക്കെ നടക്കുമ്പോൾ ആ ഭവനത്തിൽ മദ്യം വിളമ്പരുത്. വിവാഹത്തിന്റെ സമയത്ത് മദ്യം വിളമ്പിയാൽ ആ ദാമ്പത്യം വരുന്ന ആളുകളിൽ തകർന്നു പോകുന്നത് കാണാൻ പറ്റും. കാരണം ദൈവത്തെ പുറത്താക്കി, ദൈവത്തിന് നിഷിദ്ധമായത് നിന്റെ വീട്ടിൽ കയറ്റുമ്പോൾ ദൈവമില്ല, ദൈവം ഇറങ്ങിപ്പോയി, അറിഞ്ഞില്ല. സാവൂളിൽ നിന്നും ദൈവാത്മാവ് ഇറങ്ങിപ്പോയത് അറിഞ്ഞില്ല. നമ്മുടെ പല കുടുംബങ്ങളിൽ നിന്നും ദൈവം ഇറങ്ങിപ്പോയത്, പല ദാമ്പത്യ ബന്ധങ്ങളും ആരംഭിച്ച ദിനം തന്നെ ആ കുടുംബത്തിൽ നിന്ന് ദൈവം ഇറങ്ങിപ്പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ദൈവമില്ലാതെയാണ് ദൈവം കൂട്ടി യോജിപ്പിച്ച് ഒരു ദാമ്പത്യം പടുതുയർത്താൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ ശാശ്വതമാകും? പല കുടുംബങ്ങളിൽ പോയിട്ട് കണ്ണുനീരോടെ, വേദനയോടെ ഞാൻ ഇറങ്ങി പോന്നിട്ടുണ്ട്. വേദനയോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വീട് ഇത് കർത്താവിന്റെ ആലയമാണ്. വിശുദ്ധ സ്ഥലത്ത് അശുദ്ധമായത് കാണുമ്പോൾ ഭയപ്പെടണമെന്നാണ് വചനം പറയുന്നത്. വിശുദ്ധ ഇടങ്ങളിൽ അശുദ്ധമായത് കാണുമ്പോൾ ഭയപ്പെടണം. നമ്മുടെ ഭവനം ദേവാലയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭവനത്തിൽ, വിശുദ്ധ ഇടത്തിൽ, ദേവാലയമാകേണ്ട ഭവനത്തിൽ അശുദ്ധ ലക്ഷണങ്ങൾ അരുത്.